നമസ്കാരം. രാഷ്ട്രീയപരമായി ദീർഘവീക്ഷണമില്ലാതെ പോയതാണ് തീരദേശ ജനത ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണമെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലത്തീൻ കത്തോലിക്ക അതിരൂപത രാഷ്ട്രീയകാര്യ സമിതി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. തീരദേശവാസികളുടെ അവകാശ പത്രിക സമർപ്പണവും ആ വേദിയിൽ വെച്ച് നടക്കുകയുണ്ടായിരുന്നു. എന്തായാലും കടൽ വിഭവങ്ങളെ ഒന്നും നശിപ്പിക്കാതെയുള്ള ഒരു വികസനമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. സാഗർമാല പോലെയുള്ള പദ്ധതികളാണ് വിഴിഞ്ഞം, പൊഴിയൂർ, പൂവാർ തുടങ്ങിയ തീരദേശ മേഖലകളുടെ വികസനത്തിന് വേണ്ടതെന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. കടലാക്രമണ മേഖലകളിലെല്ലാം കേന്ദ്ര സർക്കാരാണ് ഇടപെട്ടത്, അവിടെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിരുന്നില്ല എന്നുകൂടി ഇദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, തീരദേശത്തുള്ള വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒക്കെ കൂടുതൽ അവസരം ഇനിയും നൽകേണ്ടതുണ്ട് എന്ന ഒരു പരാമർശം കൂടി രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമുക്കറിയാം, പരമ്പരാഗതമായി തിരുവനന്തപുരത്തെ തീരദേശ മേഖല കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ്. പക്ഷേ ഈ തീരദേശ മേഖലയിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു കയറാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ തീരദേശ മേഖലയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലേക്ക് BJPയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു വീഡിയോ വലിയ തോതിൽ തന്നെ വൈറലാവുന്നുണ്ട്. ഈ വീഡിയോ വളരെയധികം ഹൃദയം തൊടുന്ന ഒരു വീഡിയോയാണ്. അതിൽ തീരദേശ മേഖലയിൽ നിന്നുള്ള ഒരു ചെറിയ പെൺകുട്ടി, മേരി എന്ന് വിളിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി, ആ കുട്ടി ആ തീരത്തിൻ്റെ ഒരു ദൈന്യതയെപ്പറ്റി അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ പറ്റിയാണ് വീഡിയോയിൽ പറയുന്നത്. അതിൽ കടൽക്ഷോഭം മുതൽ കുടിവെള്ള പ്രശ്നം മുതൽ പെൻഷൻ പ്രശ്നം വരെ അങ്ങനെ എല്ലാ മേഖലകളും, സമസ്ത മേഖലയിലുമുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഈ കുട്ടി തന്നെ സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കടലമ്മയ്ക്ക് മേരി എഴുതുന്ന കത്ത്. ഇത്തവണ എനിക്ക് കുറേ വിശേഷം പറയാനുണ്ട്, പക്ഷേ എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നലെ എൻ്റെ സ്കൂൾ അടച്ചു. പാലം പൊളിഞ്ഞോണ്ട് മാമാർക്കെല്ലാം ബോട്ട് ഇറക്കാൻ നല്ല പ്രയാസമാണ്. അപ്പനൊരു ബോട്ടും വലയും വാങ്ങണമെന്ന് കുറേ നാളെ ആഗ്രഹിക്കുന്നു. ഉടനെ നടക്കുമായിരിക്കും. ജെസി ആൻറ്റിയും മൈക്കിളും ഇപ്പോൾ നമ്മുടെ ഒപ്പാ താമസിക്കുന്നത്. തിരയടിച്ച് വീട് പോയിട്ട് ഇത്രയായിട്ടും അവർക്കൊരു വീട് കിട്ടിയിട്ടില്ല. ഇവിടെ ഇപ്പോഴും വെള്ളത്തിന് ബുദ്ധിമുട്ടാ. എല്ലാ ദിവസവും 1 കിലോമീറ്ററോളം നടന്നിട്ടാണ് അമ്മ വെള്ളം കൊണ്ടുവരുന്നത്. ഇടയ്ക്ക് ഞാനും പോവും അമ്മയോടൊപ്പം. ജോസഫ് അപ്പച്ചനെ ഓർത്ത് അമ്മച്ചി ഇന്നും കുറേ സങ്കടപ്പെടുന്നുണ്ട്. 3 വർഷമായി അപ്പച്ചൻ കടലിൽ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അമ്മച്ചിയെ കണ്ടിട്ട് ഞാനും അപ്പാപ്പനും കൂടി ചൂണ്ടയിടാൻ പോയി. ചിരിച്ചും കളിച്ചും ഇരിക്കുമെങ്കിലും എനിക്കറിയാം അപ്പാപ്പന് സുഖമില്ലെന്ന്. പക്ഷേ എത്ര വേദനയുണ്ടെങ്കിലും അത് അപ്പാപ്പൻ പുറത്തു കാണിക്കാറില്ല. ഇത്തവണയും എൻ്റെ പിറന്നാളിന് സൈക്കിൾ കിട്ടിയില്ല. പക്ഷേ അപ്പനൊരു പീസ് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് ഞാനും മൈക്കിളും കൂടെ പങ്കുവച്ചു. ഉറപ്പില്ലെങ്കിലും രാത്രി അപ്പാപ്പൻ എന്നോട് പറഞ്ഞു, പെൻഷൻ കാശ് വരുമ്പോൾ ഒരു സൈക്കിൾ മേടിച്ച് തരാമെന്ന്. ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. എനിക്കറിയാം ഇവരെല്ലാവരും ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന്, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷേ അപ്പാപ്പൻ എന്നും പറയുന്ന പോലെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടതെല്ലാം കടലമ്മ തരും. ഇരട്ടിക്കിരട്ടിയായി തരും. ഇരട്ടിക്കിരട്ടിയായി തരും, എനിക്ക് ഉറപ്പാ. ഇതുവരെ ഞാൻ ഇതൊരു തെരഞ്ഞെടുപ്പ് ആണെന്നാണ് കരുതിയത്. പക്ഷേ മേരിയെപ്പോലെ ഒരുപാട് പേരുടെ വിഷമങ്ങൾ ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഇതൊരു തെരഞ്ഞെടുപ്പ് ആയിട്ടല്ല കാണുന്നത്, ഇത് എൻ്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹം വേണം. എന്തായാലും ഈ കുഞ്ഞു മേരിയുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് തീരദേശത്തിന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന ഇടപെടലുകളെ പറ്റിയാണ് പിന്നീട് ജനങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ തീരദേശ മേഖലയിൽ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്നതിന്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വൈറൽ വീഡിയോ നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ ഷെയർ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ച ഈ വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.